പുള്ളി ഇത് പൊട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ട്വിറ്ററിൽ കോൺഗ്രസ്സുകാരൊക്കെ H ഫയൽസ് വരുന്നുണ്ട്, ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് ഈ 1-2 തവണ ഇങ്ങനെ ബോംബ് പോയിട്ടൊരു നനഞ്ഞ പടക്കം പോലും കയ്യിലില്ല, ഒരു ഷോയാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ബോംബ് തന്നെയായിരുന്നു. നടുങ്ങിപ്പോയി. ഞാൻ മാത്രമല്ല, നരേന്ദ്രമോദി, അമിത് ഷാ ഇവരൊക്കെ നടുങ്ങി. നരേന്ദ്രമോദി പിന്നെ ഇവിടെ ഒരു കുറ്റിയിലോ മറ്റോ പിടിച്ച് രക്ഷപ്പെട്ടു. അമിത് ഷാ വീഴാൻ പോയത് ബാക്കിയുള്ളവർ ചാടി താങ്ങി പിടിച്ചു. ഇങ്ങനെയൊക്കെ വലിയ അപകടങ്ങളുണ്ടായി. അപ്പൊ ഞാൻ നരേന്ദ്രമോദിയോട് ചോദിച്ചു, ഇതെന്താ സംഭവം? പുള്ളി പറഞ്ഞു, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്. ഹരിയാനയിൽ കള്ളവോട്ട് ചെയ്യാനായിട്ട് ഒരാളെ വേണം. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഒരിക്കലും പിടിക്കപ്പെടാതെ ഒരാളെ കിട്ടണം. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഈ ബ്രസീലിൽ നമ്മുടെ സുഹൃത്തുണ്ട്, ബ്രസീലിയൻ പ്രസിഡന്റ് ലൂല ഡെ സിൽവ. ഞാൻ ലൂലയെ വിളിച്ചു. ഏതായാലും പുടിൻ റഷ്യയിൽ ഉറച്ചേ, പുള്ളി അങ്ങ് മാറ്റാനൊന്നും പറ്റില്ല. ഷീ ജിൻപിങ് ചൈനയിൽ ഉറച്ചു. ലൂല ഡി സിൽവയ്ക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആകെ എനിക്ക് മാത്രമേ പേടിക്കാനുള്ളൂ. കാരണം ലോകത്തിലെ ഏറ്റവും സമർത്ഥനായ രാഷ്ട്രീയക്കാരനുമായിട്ടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത്. അതും നെഹ്റു കുടുംബത്തിൽ നിന്ന്, പേര് രാഹുൽ ഗാന്ധി. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. അവർ പറഞ്ഞു, അയ്യോ അത് ശ്രദ്ധിക്കും, രാഹുൽ ഗാന്ധിയാണ് എതിരെ നിൽക്കുന്നത്, ഞങ്ങൾക്കാർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. നരേന്ദ്രമോദി, നിങ്ങൾക്കത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലല്ലോ, പിടിച്ചു നിന്നല്ലേ പറ്റുള്ളൂ. കളവോട്ട് ചെയ്യാനുള്ള ആളല്ലേ. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രസീലിൽ നിന്ന് തന്നെ സംഘടിപ്പിക്കാം. ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ടാ. 22 വോട്ട് വെച്ച് 10 ബൂത്തിൽ പെങ്കൊച്ച് ചാടപടന്ന് അങ്ങോട്ട് വോട്ട് ചെയ്തിട്ട് അവള് തിരിച്ച് ബ്രസീലിലേക്ക് പോയി. ഇത് മഹാബുദ്ധിമാനായ രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചു, ഫോട്ടോ സഹിതം. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കുക. അത് ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോയാണ്. അത് 22 തവണ മൾട്ടിപ്പിൾ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണവുമുണ്ട്. സംഗതി അറിഞ്ഞിട്ട് അങ്ങ് ബ്രസീലില് ആ മോഡൽ ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഒരേ ഒരു വോട്ടർ, അത് ഒരു പർട്ടിക്കുലർ വനിതാ വോട്ടർ, ഏതാണ്ട് 233 മറ്റോ കള്ളവോട്ടുകൾ ചെയ്തു എന്നാണ്. ഇതൊക്കെ മനുഷ്യ സാധ്യമായിട്ടുള്ള കാര്യമാണോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അവിടെ കോൺഗ്രസിന് ബൂത്തിലിരിക്കാൻ ഏജന്റുമാരും ഉണ്ടായിരുന്നില്ലേ? അവരുടെയൊക്കെ കണ്ണിൽ എന്തായിരുന്നു? മത്ത കുത്തിയിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാകാതിരുന്നത്? കോൺഗ്രസ് എവിടെയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഹരിയാന എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരില്ലാത്ത സംസ്ഥാനമല്ലല്ലോ. ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി ജീവിക്കാൻ നോക്കണേ. 60,000 വോട്ട് ഞങ്ങൾ ഇവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. പോയി ചത്തുടടാ. അയാൾ കാണിച്ച വോട്ടർ പട്ടികയിൽ കളർ ഫോട്ടോ ഒക്കെ ആണല്ലോ കാണുന്നത്. വോട്ടർ പട്ടികയിൽ കളർ ഫോട്ടോ ഉണ്ടോ? ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എന്റെ മോഹൻദാസ്, ഇതൊക്കെ മായാലോകമല്ലേ? രാഹുൽ ഗാന്ധി അതൊക്കെ കണ്ടുപിടിക്കും. കളറില്ലാത്ത ഫോട്ടോയ്ക്ക് കളർ കൊടുക്കും, കൊമ്പില്ലാത്ത കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കും. ഭയങ്കരമായ ആള്. ഇതൊക്കെ ചെയ്യും രാഹുൽ ഗാന്ധി. അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന ദൈവത്തിന്റെ ദൂതനാണ്. അയാളുടെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ല. കോൺഗ്രസ് കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചാബിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റുപോയില്ലേ? അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അത് വോട്ട് ചോരിയായിരുന്നു. അല്ലല്ലോ, ജനങ്ങൾ കോൺഗ്രസിനെ ത്യജിച്ചത്, വെറുത്തിട്ട് തിരസ്കരിച്ചതാണ്. അപ്പൊ അവനവന്റെ മുഖം ചീത്തയായതിന് കണ്ണാടി തെല്ലി പൊടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? എല്ലാം തകർന്നു തോന്നുന്നു. കളർ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പുള്ളി ഈ പെങ്കൊച്ചിന്റെ 10 ബൂത്തിലും ഇവൾ കോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 10 22 കുറെ ഫോട്ടോയും കാണിച്ചു. ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പൊ ഞാൻ നരേന്ദ്രമോദിയോട് ചോദിച്ചു, ഇതൊക്കെ ഇരിക്കട്ടെ ചേട്ടാ, ഈ ഓരോ വോട്ട് ചെയ്യുമ്പോൾ വിരലില് മഷി പുരട്ടുകല്ലേ? അതോ ഹരിയാനയിൽ മഷിയൊന്നുമില്ലേ? മഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ മഷി കാണുന്നില്ലേ ഈ പോളിംഗ് ഓഫീസറും ഏജന്റും ഒക്കെ? ഇതെങ്ങനെ ശരിയാവും? ഇനിയൊന്നും ചോദിക്കണ്ട. അതിനുവേണ്ടി പ്രത്യേക ഒരു മരുന്ന് ഞങ്ങൾ കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിൻ്റെ ഫാമിലിയിൽ നിന്നൊരാൾ ഡൽഹിയിലുണ്ട്. അയാൾ ചില പച്ചിലകളൊക്കെ പിഴിഞ്ഞ് ഒരു രസായനം ഉണ്ടാക്കിയിട്ടുണ്ട്. വോട്ട് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ രസായനം കൊണ്ട് ഇത് തുടയ്ക്കുക, മഷി. ഭയങ്കരം തന്നെ. മഷി തുടച്ചു കഴിഞ്ഞാൽ മഷി ഉണ്ടായിരുന്നോ, വിരൽ അവിടെ ഉണ്ടായിരുന്നോ പോലും തോന്നില്ല. ആ രീതിയിൽ അങ്ങ് പോകും. ഇതാണ് സംഭവം. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? അപ്പൊ ഈ മാജിക്ക് വെച്ച് ഞങ്ങൾ തുടയ്ക്കും. ഇവള് പിന്നെയും പോയി വോട്ട് ചെയ്യും.
ഇറങ്ങി വരും, മഷി തുറയ്ക്കും, പിന്നെയും പടപടപടാന്ന് പറഞ്ഞിട്ട് ഊട്ടി. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ പരിഹാസമായിട്ട് തോന്നും. അത് ഈ ആനന്ദൻ അഭിപ്രായം പറഞ്ഞോണ്ടാ നാവ് വളയ്ക്കുന്നത് നുണ പറയാനെന്നുള്ളതാ അവന്റെ തിയറി. അതൊരു അട്ടിമറിയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതും BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ഒരു തട്ടിപ്പ് നടത്തുകയാണ് എന്നുള്ള പഴയ ആരോപണത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് തുടർച്ചയായിട്ടുള്ള വാദങ്ങൾ അദ്ദേഹം വീണ്ടും കൊണ്ടുവരുന്നത്. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. കോൺഗ്രസ് കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചാബിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റുപോയില്ലേ? അത് വോട്ട് ചോരിയായിരുന്നു. അല്ലല്ലോ, ആളുകൾ വോട്ട് മാറ്റി ചെയ്തതാണ്. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ മറ്റവർക്ക് വോട്ട് ചോരി നടത്താൻ പറ്റൂല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ബൂത്തിലിരിക്കുന്നവരെ മെഴുകസ്യാന്ന് നോക്കി നിൽക്കും. ഒന്നാമത് ഇവളുടെ സൗന്ദര്യം, രണ്ടാമത് ഇവളുടെ സാമർഥ്യം, മൂന്നാമത് അവരെയൊക്കെ ഞങ്ങളൊരു പ്രത്യേക ബ്ലാക്ക് മാജിക്കിൽ ഇങ്ങനെ സ്തംഭിപ്പിച്ചിരുത്തിയിരിക്കുക. സ്തംഭന വിദ്യ എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യ ഉണ്ടല്ലോ. പറഞ്ഞു മനസ്സിലായി, ഇത് മനുഷ്യർക്ക് വകതിരി പോകണ്ടേ? മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. നരേന്ദ്രമോദി ബ്രസീലിൽ പോയി ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് 22 or 220 വോട്ട് ചെയ്യിച്ചെന്ന് ഈ കഥ പറഞ്ഞുകൊണ്ട് നടക്കാൻ തനിക്ക് നാണമില്ലടൂ. ഈ പണി നടക്കത്തില്ല. എന്തായിരുന്നു? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? കളവോട്ട് ചെയ്യാനാണെങ്കിൽ ആര്യാനും ഇഷ്ടം പോലെ ആളില്ലേ. ബ്രസീലിൽ നിന്ന് അത് മോഡലിനെ എന്തൊക്കെ പുൽവാ ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എൻ്റെ ദൈവം, ഞാൻ പറഞ്ഞ എൻ്റെ പൊന്ന് രാഹുൽ ഗാന്ധി, താൻ പൊട്ടനാണെന്ന് വെറുതെ അല്ല ജനം പറയുന്നത്. ഇങ്ങനെ ആരെങ്കിലും വ്യാജ വോട്ടുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ വോട്ട് ചെയ്തിരിക്കുന്നത് BJPക്കാണ് എന്ന് എങ്ങനെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഉറപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്ര വലിയ പൊട്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണ് വോട്ട് ചെയ്തത് എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമില്ല. ഒരാൾക്കും ആർക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉറപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനവുമില്ല. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു, അല്ല അത് പറ്റിപ്പായിരുന്നല്ലേ ചേട്ടാ. ഞാൻ പറഞ്ഞു തന്നെ പറ്റിച്ചതാണ്. KC വേണുഗോപാലും ആരാ തൻ്റെ കൂടെയുള്ളവർ, ഏതോ ഒരു കണസഗോലു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഇല്ലേ, കുറെ കക്ഷികളുണ്ടല്ലോ, അവരാരേണ്ടത് തന്നെ പറ്റിച്ചതാ. എന്റെ സുഹൃത്ത് ശ്രീ B. ഗോപാലകൃഷ്ണൻ, തൃശ്ശൂരെ BJP നേതാവ്, B. ഗോപാലകൃഷ്ണന്റെ ബൈറ്റ് ഈ വോട്ട് ചോരിയുടെ തെളിവായിട്ട് രാഹുൽ ഗാന്ധി കാണിച്ചു. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. എൻ്റെ ദൈവമേ, രാഹുൽ ഗാന്ധിയെ കൊണ്ട് എന്തെല്ലാം വേഷം കെട്ടിക്കുന്ന ആൾക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഗോപാലകൃഷ്ണൻ ആ ബൈറ്റിൽ പറയുന്നത്, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് 1 കൊല്ലം താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കും എന്ന് പറയുന്നു. ഇതിനകത്ത് എന്താ വോട്ട് ചോരി? അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇതൊക്കെ തെളിയിച്ചിട്ടാണെങ്കിലും അദ്ദേഹം എങ്ങനെയാണ് ഇതെല്ലാം തന്നെ BJPക്കാണ് പോൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് എന്നതിന്റെ യുക്തിയും എനിക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഒറ്റ കേൾവിയിൽ ശരിയാണ്. പക്ഷേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല. അതുകൊണ്ട് ഉള്ളി തൊലി വിളിക്കുന്ന പോലെയാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ, നിയമപരമായിട്ടുള്ള ഒരു നടപടിയും എടുക്കുന്നതിന് വേണ്ടിയിട്ട് സന്നദ്ധനാകാതെ കേവലം വന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയെയും ആക്ഷേപിക്കുക എന്നുള്ള തരത്തിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി മാറിയിട്ട് ഇപ്പൊ കുറെ അധികം നാളുകളായി. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? അദ്ദേഹത്തിന് സ്തുതി പാടുന്ന നിരവധി ആൾക്കാരുണ്ട്. പക്ഷെ അവരോടെല്ലാം ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്ന് രേഖാമൂലം തെളിവ് വന്നതിന് ശേഷവും അദ്ദേഹത്തിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഗൗരവമായിട്ട് കരുതുന്നത്? അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ചുരുക്കം പറഞ്ഞ പുള്ളി കംപ്ലീറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് KC വേണുഗോപാലിന്റെ ഉപദേശത്തിലാണ്. ഒന്നും പറയാണ്ടിരിക്കാൻ. എന്നാൽ KC വേണുഗോപാലെങ്കിലും കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് പുള്ളിക്ക് ഉപദേശം കൊടുക്കും. അതുമില്ല. അങ്ങനെ ബ്ലൈൻഡ് ലീഡിങ് ബ്ലൈൻഡ് എന്ന് പറയും. അന്ധരെ അന്തർ നയിക്കുന്ന ആ സംവിധാനത്തിലാണ് കോൺഗ്രസ് പോകുന്നത്. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച ഒരു ഫാമിലിയിൽപ്പെട്ടതാണ്. ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് അദ്ദേഹം. ജനാധിപത്യത്തിന്റെ കാവലാളാണ്. ആരാധകരെ കണ്ട നിങ്ങൾ എന്തെല്ലാം മണ്ടത്തരം ചെയ്താലും, നിങ്ങളുടെ മുത്തച്ഛൻ ഇനി വലിയ IAS ഓഫീസർ ആയാലും ശരി, വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ആണെങ്കിലും ശരി, നിങ്ങൾ പറയുന്ന മണ്ടത്തരം അത് മണ്ടത്തരം തന്നെയാണ്. അത് മണ്ടത്തരം പറഞ്ഞതിന് വെളുപ്പിക്കാനുള്ള ഒരു സംഭവമേ അല്ല.
ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധനം ഇത്രയും വലിയ ഒരു പ്രതിപക്ഷ നേതാവിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് അതിനെക്കുറിച്ച് മണ്ടത്തരമാണെന്ന് നമ്മൾ പറയുമ്പോൾ, അത് മുത്തച്ഛൻ വലിയ രാജ്യസ്നേഹിയായിരുന്നു, അതുകൊണ്ട് അതൊക്കെ അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെയാണ്. ആ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞ് ഇതുപോലെ മൃതപ്രായനായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ പത്രപ്രവർത്തകരെല്ലാം കൂടെ രാഹുൽ ഗാന്ധിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എനിക്കത് അത്ഭുതം. ആ അതിഭയങ്കരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ശരി മിസ്റ്റർ ഉണ്ണി ബാലകൃഷ്ണൻ, രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങളൊന്ന് എഴുതി കൊടുക്കുമോ? ഇലക്ഷൻ കമ്മീഷന് കൊടുക്കില്ലല്ലോ, കഴിഞ്ഞ 2 തവണയും കൊടുത്തില്ല. ഇപ്പോഴും ഒരു കീറ്റ് കടലാസിൽ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇത് എഴുതി കൊടുക്കണമല്ലോ. ആ CCTV ദൃശ്യങ്ങൾ എവിടെ? റൂൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 45 ദിവസം കഴിയുമ്പോൾ, 45 ദിവസമാണ് തെരഞ്ഞെടുപ്പ് പരാതി കൊടുക്കാനുള്ള ദിവസം. അതിനുള്ളിൽ പരാതികളൊന്നും ഇല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളയും. അല്ലാതെ ഈ CCTV ദൃശ്യങ്ങൾ ഇങ്ങനെ അനന്തകാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? എനിക്ക് മനസ്സിലാവണില്ല. കയ്യിന്ന് പോയടാ ചാർലി. ഈ ആഫ്രിക്കൻ മോഡൽ വന്ന് ഇവിടെ വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ തിരിച്ചറിയില്ലേ? എടാ ഇത് ഹരിയാനക്കാരി അല്ലല്ലോ, കണ്ടിട്ട് വെളുത്ത് മദാമ പോലെ ഇരിക്കുന്നു. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? ഒരു മോഡൽ ലുക്കിലുള്ള ഒരാൾ വന്ന് ഗ്രാമീണ പ്രദേശത്തുള്ള ഒരു ബൂത്തിൽ വന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് അവർ തന്നെ വരികയാണ് എങ്കിൽ നിശ്ചയമായിട്ടും അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ നടുക്കാണ് ആ ബ്രസീലിൽ നിന്ന് ഒരു പെങ്കൊച്ച് വന്നിട്ട് 22 വോട്ട് ചെയ്തു, 220 വോട്ട് ചെയ്തു. അതിൻ്റെ ഫോട്ടോ ഇങ്ങനെയാണ്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതിൻ്റെ പേര് ഗൗരി എന്നാക്കി മാറ്റി, ടിൻറ്റോ എന്നാക്കി മാറ്റി, സ്വീറ്റി എന്നാക്കി മാറ്റി. ഛേ, വൃത്തികേട്ട്. എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? ഒരു പ്രതിപക്ഷ നേതാവിന് ഇത് പറയാൻ കൊള്ളാം. എന്നിട്ട് ഹൈഡ്രജൻ ബോംബാണ് പോലും, ഹൈഡ്രജൻ ബോംബ്. ഇയാൾക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തറിഞ്ഞിട്ടാണ് ഇതിനെയൊക്കെ ഹൈഡ്രജൻ ബോംബ് എന്ന് വിളിക്കുന്നത്? ഈ കഥനയ്ക്ക് തീ കൊളുത്തുന്ന പോലെയാണോ ഹൈഡ്രജൻ ബോംബ്? അതൊരു സ്റ്റേജിലിട്ട് ഈ രാഹുൽ ഗാന്ധി പൊട്ടിച്ചു കഴിഞ്ഞാൽ സ്റ്റേജും പണ്ടാറും അതിന് ചുറ്റുപാടുമുള്ള 10-25 കിലോമീറ്റർ നശിച്ചു പോകും. ഈ മണ്ടത്തരത്തിനും പൊട്ടത്തരത്തിനും ഒക്കെ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ നല്ല എന്റർടൈൻമെന്റ് ഉണ്ട്.